it's bad, but I can't help myself. When I feel sad, I escape from myself. എല്ലാ കൂട്ടുകാർക്കും ഈസി വേൾഡിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഒരു മോർണിംഗ് റൂട്ടീൻ ആണെങ്കിൽ ഇത് അതിന് ശേഷം നമ്മൾ ലഞ്ചൊക്കെ കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നിവിടെ രാവിലത്തെ ഫുഡ് ദോശയും നല്ല തക്കാളി ചട്നി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ദോശയും നല്ല എരിവുള്ള തക്കാളി ചട്നിയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരേ ടൈമാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മോർണിംഗ് റൂട്ടീനും ലഞ്ച് പ്രിപ്പറേഷനും ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് കറിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നല്ല ചെമ്മീനും മുരിങ്ങയ്ക്കൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള അടിപൊളി ഒരു മീൻകറിയാണ്. അപ്പം അതിൻ്റെ റെസിപ്പി വേണ്ടവരാണെങ്കിൽ ഇതൊന്ന് നോക്കിക്കോളൂ. നമ്മുടെ ഒരു ചട്ടിയിലേക്ക് പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും തക്കാളിയും ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ അരച്ചതും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഞാൻ അരയ്ക്കുമ്പോൾ മഞ്ഞളും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊക്കെ ചേർത്ത് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് ഞരടി എടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെയ്തെടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മീൻകറി എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മിക്സിങ്ങിലാണ്. ഞങ്ങളിവിടെ വെക്കുന്ന തേങ്ങ അരച്ച കറിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നമ്മൾ വഴറ്റി വെക്കുന്ന കറി വേറെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുത്ത് അടുപ്പിൽ വെച്ചിട്ട് മുരിങ്ങയ്ക്ക ഒന്ന് കുക്കായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനിടയിൽ ഞാൻ ഇന്ന് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള പയർ കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഈ പയറിന് കോട്ടപ്പയറെന്നാണ് പറയുക, ചിലവർ അച്ചിങ്ങ പയർ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പയർ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് പച്ചമുളകും മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് തേങ്ങയും കൂടെ അതിൽ മിക്സ് ചെയ്തിട്ട് കൈ വെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് ഞരടിയെടുക്കാം. നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കൈ വെച്ച് ഞരടി എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക സ്വാദാണ്. ഇതെന്തേ ഞങ്ങളൊന്നും ഉപ്പേരി ഉണ്ടാക്കാറില്ലേ അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇതിൽ ഞാൻ വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. നമ്മുടെ കറി ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് മുരിങ്ങയ്ക്കൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ചെമ്മീനിൻ്റെ അളവിലൊന്നും പ്രത്യേകിച്ചൊരു അളവൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എത്രയുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കാം. ചെമ്മീനും മുരിങ്ങയ്ക്കൊക്കെ ചേർക്കുന്നതിനനുസരിച്ച് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ചെമ്മീൻ കുറഞ്ഞു പോയി എന്ന് വെച്ചിട്ട് ഈ കറി ഉണ്ടാക്കാതൊന്നും ഇരിക്കണ്ട കേട്ടോ. ഇച്ചിരി ചെമ്മീൻ വെച്ചിട്ടായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കിടിലൻ ടേസ്റ്റാണ്. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കടുക് കൂടെ താളിച്ച് ചേർത്ത് കൊടുക്കാം. കറികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ കടുക് താളിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അങ്ങനെ എന്നെപ്പോലെ കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പല രീതിയിൽ നമ്മൾ താളിച്ച് ചേർക്കുമല്ലോ. കടുകും കറിവേപ്പിലയും ചേർത്ത്, കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത്, കടുകും ഉലുവയും ചെറിയുള്ളിയും ചേർത്ത്, ഇനി കടുകും ജീരകവും ചേർത്ത്, അങ്ങനെ എത്ര തരത്തിലാണല്ലേ ഓരോ കറികൾക്കും നമ്മൾ വ്യത്യസ്തമായി താളിച്ചെടുക്കാറ്. ഇതിപ്പോൾ ഞാൻ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകും കൂടെ ചേർത്ത് നന്നായിട്ട് അരിഞ്ഞ ചെറിയുള്ളി മൂപ്പിച്ചെടുത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അടിപൊളി മുരിങ്ങയ്ക്ക ചെമ്മീൻ കറി റെഡിയായി. കറി പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ടൈമിലേ ഞാൻ പയറുപ്പേരിയും കൂടെ സൈഡിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ചെമ്മീൻ ഫ്രൈ ആണേ. അപ്പോൾ ചെമ്മീനിലേക്ക് ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കണ്ടേ. അപ്പം നമ്മൾ ഇതുപോലെ ചെമ്മീനിലേക്കൊക്കെ മസാല തേച്ചെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ചെമ്മീനിന് മാത്രമല്ല ഏതൊരു ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് മാരിനേറ്റ് ചെയ്ത് ഒരുപാട് നേരം മാറ്റി വെച്ചിട്ടൊന്നുമില്ല. മിക്സ് ചെയ്ത ഉടനെ തന്നെ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഇടയ്ക്കിടെ ഫിഷ് ഫ്രൈ കഴിക്കുന്ന നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വെളിച്ചെണ്ണ മാക്സിമം കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയൊക്കെ തെറിച്ച് ചുറ്റുപാടും വൃത്തികേടാവാതിരിക്കാനും നമ്മുടെ ഫിഷ് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാനും വേണ്ടിയാണ് ഞാനിങ്ങനെ അടച്ചു വെച്ചിട്ടുള്ളത്. ചെമ്മീനാവുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ട് ചെമ്മീൻ ആ ഒരു വെള്ളത്തിൽ കുക്കായി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈയുടെ പ്രിപ്പറേഷനും കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ ക്ലീനിങ്ങിൻ്റെ കാര്യമാണ്. വൈറ്റ് കളർ കിച്ചൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമേ ഇത് ഇതേപോലെ വെള്ള കളറിൽ തന്നെ ഉണ്ടാവുള്ളൂ.
പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് പൂപ്പൽ പിടിച്ച അവസ്ഥയിലാണ് ഉള്ളത്. വുഡിൻ്റെ ഐറ്റംസ് ഒക്കെ നല്ല രീതിയിൽ പൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് തുടച്ചെടുക്കാം. ദൂരെ നിന്ന് കാണുമ്പോൾ ഇതിലൊന്നും അഴുക്കുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. അടുത്ത് നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് മനസ്സിലാവൂ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ അഴുക്കുണ്ടാവും. ഇതൊന്നും ഡെയിലി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ ഒക്കെ കൂടുമ്പോൾ മാത്രമേ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാറുള്ളൂ. കഴുകാൻ പറ്റുന്നതൊക്കെ കഴുകി വെച്ചും തുടക്കേണ്ടതൊക്കെ തുടച്ചുമാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. ഓരോന്നും എടുത്തു മാറ്റി കഴുകുന്ന ആ ഒരു ടൈമിൽ ആ ഒരു സ്പേസ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കൗണ്ടർ ടോപ്പിലുള്ള ഭാഗമൊക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിങ്കിൻ്റെ ഭാഗം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സിങ്കും ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സിങ്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമേ ഇത് നമുക്ക് ഇതേപോലെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. പഴയ ഓവൽ ഷേപ്പിലുള്ള സിങ്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ആയി പോകും. ഇത് ചില സമയങ്ങളിൽ വശങ്ങളിൽ വെള്ളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വെള്ളം അതുപോലെ നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മളൊരു വൈപ്പർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതാ പാത്രം കഴുകിയ സ്ക്രബൊക്കെ അവിടെ നിന്ന് മാറ്റി കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി പഴയ ഒരു സ്ക്രബ് വെച്ചിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ ക്ലീൻ ചെയ്തെടുക്കാറ്. ഈ വൈറ്റ് കളറിൽ കൗണ്ടർ ടോപ്പിൽ നമ്മൾ മഞ്ഞളൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ആലോചിച്ച ഒരു ടെൻഷനാണത്. ഈ കറയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത്. ഞാൻ അതിനായിട്ട് മെയിനായിട്ട് നമ്മുടെ റെഡ് ആർപ്പിക്കാണ് ഉപയോഗിക്കാറ്. ഇതുപോലെ നമ്മുടെ സ്ക്രബിലേക്ക് റെഡ് ആർപ്പിക്ക് ചേർത്തിട്ട് വാഷ് ബേസിനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന അതേ ടൈമിൽ തന്നെ അതിൻ്റെ മുകൾ ഭാഗവും നമ്മുടെ ടൈലിൻ്റെ ജോയിൻ്റ് ഒക്കെ വരില്ലേ, ആ ഭാഗവും കൂടെ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത്യാവശ്യം അഴുക്കൊക്കെ അങ്ങനെ നമുക്ക് പോയി കിട്ടും. ഇടയ്ക്കിടെ നമ്മൾ ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് അഴുക്കൊന്നും ഇങ്ങനെ തങ്ങി നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇതുപോലുള്ള വൈറ്റ് കളർ കിച്ചണാണ് നിങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇടയ്ക്കിടെ വൃത്തിയാക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അല്ലാത്തവരാകുമ്പോൾ ഇത് നമുക്ക് വലിയൊരു ബേർഡൻ ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം, എന്ത് കണ്ടൻറ്റുകളാണ് നിങ്ങൾക്ക് താല്പര്യം, അങ്ങനത്തെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൽ അങ്ങനത്തെ ചേഞ്ച് കൂടെ നമുക്ക് വരുത്താമല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് ഒരുപാട് നാളായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതെന്ന് എന്നെ പരിചയമുള്ള കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടും നമ്മൾ വിചാരിക്കുന്ന അത്രയും വ്യൂ കിട്ടാതാവുമ്പോൾ എല്ലാവർക്കും തന്നെ ഒരു മടി ഉണ്ടാവില്ലേ? ആ ഒരു മടിയാണ് എന്നെയും കൂടെ ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ലഭിക്കുന്ന വ്യൂ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, വീഡിയോ ചെയ്യാന്നുള്ള എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ ഒപ്പം മുന്നോട്ട് പോകാമെന്നാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടാവില്ലേ? അപ്പോൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ മോർണിംഗ് കുക്കിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടവരാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ കഴിഞ്ഞ് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ കിച്ചൺ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കുക്കിങ്ങും ക്ലീനിങ്ങും കഴിഞ്ഞാൽ തന്നെ വീട്ടിലെ വലിയ ജോലിയൊന്ന് തീർന്നത് പോലെയാണല്ലേ. അപ്പോൾ നമ്മുടെ ചോറും കറികളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഈ വശത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എണ്ണ കുറച്ച് ചെയ്തെടുത്ത് നമ്മുടെ ചെമ്മീൻ ഫ്രൈയും അതുപോലെ തന്നെ നമ്മുടെ തോരനും മീൻകറിയും ചോറും ഒക്കെ റെഡിയാക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണിൽ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇനി വൈകുന്നേരം ആകുമ്പോൾ രാത്രിത്തെ ഡിന്നറിൻ്റെ കുക്കിംഗ് മാത്രമേ ഉണ്ടാവൂ. അതിനിടയിൽ കുട്ടികൾക്കൊക്കെ ചോറെടുത്ത് കൊടുക്കുക മാത്രമേ നമ്മളിനി കിച്ചണിലേക്ക് വരൂ കേട്ടോ. കിച്ചണിലെ കുക്കിംഗ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആകുക, അതാണ് എൻ്റെ ഒരു പോളിസി. ഒരുപാട് നേരം അങ്ങനെ കിച്ചണിൽ തൂങ്ങിപ്പിടിച്ചിരിക്കുന്നതും ഒരുപാട് സമയം കിച്ചണിൽ ചിലവഴിക്കുന്നതിനോടും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. കഴിഞ്ഞ ഒരു വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു റെസ്പോൺസാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.